ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ കാസൈ ഹുസൈന്റെ ഒരു പുതിയ കഥയാണ്. നമ്മൾ ഹിന്ദുക്കൾ വരെ അറിയാത്ത കഥ. എന്തിന് ചാണക സംഖ്യകൾ വരെ ഇതുപോലെ ഇത്രയും വലിയൊരു പച്ചക്കള്ളക്കഥ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും വലിയൊരു പച്ചക്കള്ളക്കഥയുമായിട്ടാണ് നമ്മൾ കാസൈ ഹുസൈൻ കെവിൻ പീറ്റർ ഇന്ന് വന്നിട്ടുള്ളത്. കാസൈ ഹുസൈൻ കെവിൻ പീറ്റർ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേരാണ് സതി തുടങ്ങിയത് മുസ്ലിങ്ങൾ കാരണമാണ് ഹിന്ദു സ്ത്രീകൾ സതി എന്ന അനാചാര്യം നടത്തുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ല. പണ്ട് ഹിന്ദുക്കളുടെ ഒരു അനാചാരം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയില് ഭാര്യ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള അനാചാരം. ആ അനാചാരം തുടങ്ങിയത് മുസ്ലിങ്ങൾ കാരണമെന്നാണ് ഈ കാസൈ ഹുസൈൻ പറയുന്നത്. ഡേ കെവിൻ പീറ്ററെ, നിനക്കിതിന് എങ്ങനെ കൂലി? ദിവസക്കൂലിയാ, മാസക്കൂലിയാ, അല്ലെങ്കിൽ ശാഖയിലേക്ക് രാത്രിയാകുമ്പോ വെളിച്ചെണ്ണായിട്ട് പോക്കാം? എന്താ നിനക്കുള്ള കൂലി? എന്തായാലും നമുക്ക് കെവിൻ പീറ്റർ പച്ചക്കള്ളമാണെങ്കിലും എന്താണ് പറഞ്ഞു വന്നത് കേട്ടിട്ട് വന്നാലോ. പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മുഗളന്മാരും മുഹമ്മദിൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകും. ലൈംഗികം വിട്ടിട്ട് കാസക്കും കെവിൻ പീറ്റർക്കും ഒരു പരിപാടിയില്ല കേട്ടോ. നീയൊക്കെ എന്ത് ലൈംഗിക അടിമകളാടാ? എത്രയും വലിയ ലൈംഗിക അടിമകളാ നീയൊക്കെ. പിന്നെ ഈ പൊട്ടനോട് സംഘികളിൽ വിവരമുള്ള ആരും ഇല്ലാന്നറിയാം. എന്നാൽ ആർക്കെങ്കിലും കുറച്ചൊരു മൂളയുണ്ടെങ്കിൽ ഈ പൊട്ടനോട് പറഞ്ഞു കൊടുക്കണം, മുഗളന്മാർക്ക് മുന്നേ ഈ അനാചാരം ഹിന്ദു നടത്തുന്നുണ്ട് കേട്ടാ. അറ്റ്ലീസ്റ്റ് ഒരു പച്ച കള്ളം പറയുമെങ്കിലും സംഘികളെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കണ്ടേ എന്റെ കാസൈ ഹുസൈൻ കെവിൻ പീറ്ററെ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഏതോ ഒരു സദീനിയും കൊണ്ടാണ് ഈ കാസൈ ഹുസൈൻ നടക്കുന്നു കേട്ടാ. നമുക്ക് കാസൈ ഹുസൈന്റെ അടുത്ത പൊട്ടത്തരങ്ങളിലേക്ക് കടക്കാം. വാ. സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചർമ്മം പ്രാപിച്ച് അവന്റെ ശവശരീരം അവിടെ കഴുകന്മാർ കൊത്തിവലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദിൻ ഗോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അധിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപ്പുരക്കളിൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോയി. പച്ചക്കള്ള പറയുന്നെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടണം. അത് സംഘികൾ പച്ചക്കള്ളം പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവുന്നു കേട്ടോ. എന്നാലും എന്റെ അക്ബർ ചക്രവർത്തി, നിങ്ങൾ ഈ സതി നിർത്തലാക്കാൻ വേണ്ടിയില്ല ഭയങ്കരമായിട്ട് പ്രയത്നിച്ചില്ലേ? ഇപ്പൊ നിങ്ങളെല്ലാം കൂടിയിട്ടാണ് ഈ സതി തുടങ്ങി വെച്ചെന്നാണ് ഈ കാസൈ ഹുസൈൻ പറയുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ സതി നിർത്തലാക്കാൻ പോകാൻ വേണ്ടിട്ട്? കുറച്ചു കാലം കഴിഞ്ഞാ നിങ്ങളേക്ക് ഉണ്ടല്ല ഗാന്ധിജിയുടെ ഘാതകരാക്കും. എന്നിട്ട് ഇവര് ഗോഡ്സേനെ വെളുപ്പിച്ചെടുക്കും. അതും അടുത്ത് തന്നെ നടക്കും. നോയിക്കോ, നമുക്ക് കാസൈ ഹുസൈന്റെ അവസാന തള്ളലിലേക്ക് കടക്കാം. കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഗ്നയാക്കി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടും. അതിലും ഭേദമാണ് തന്റെ ഭർത്താവിന്റെ മരണം അറിഞ്ഞെന്ന് സ്വന്തം ചിര ഒരുക്കിയിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് ഭാരത സ്ത്രീ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും വീഡിയോ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവന്റെ പൊട്ടത്തരം കേൾക്കാനും. ശരിക്കും ഈ കെവിൻ പീറ്ററിന്റെ കഥ കേൾക്കുമ്പോ ഒരു കമ്പിക്കഥ എഴുതുന്ന ആളെ പോലില്ലേ? നമ്മൾ പണ്ട് മുത്തുച്ചിപ്പിയിലൊക്കെ കമ്പിക്കഥ എഴുതുന്നില്ലേ? അങ്ങനെ ഒരാളെ പോലെ തോന്നുന്നില്ലേ? പണ്ട് ഇയാൾ എഴുതലുണ്ട് തോന്നട്ടാ മുത്തുച്ചിപ്പിയിൽ കമ്പിക്കഥ. അങ്ങനെ എഴുതുമ്പോയിരിക്കും സംഘികൾ വിളിച്ചുകൊണ്ട് പോയെ. എന്നിട്ട് സംഘികൾ മുത്തുച്ചിപ്പിയിൽ എഴുതുന്നതിനും കാട്ടി കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് സംഘികൾക്ക് വേണ്ടി ഇമാതിരി മുത്തുച്ചിപ്പി കഥകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ പച്ചക്കള്ളം ഉണ്ടല്ല, ഈ കാസൈ ഹുസൈൻ പറഞ്ഞ പച്ചക്കള്ള കമ്പിക്കഥ നമ്മൾ അൻസാരി ഉസ്താദ് പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ബാ. നിന്നെ സമ്മതിച്ചടാ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നിന്റെയൊക്കെ ആ സായിപ്പന്മാരെ കളിയുണ്ടല്ലോ, സമ്മതിച്ചടാ. അതിന്റെ ആ ബ്ലഡിന്റെ ഗുണം നീ കാണിക്കും. ജമിനി, സായിപ്പിന് കാളയിലുണ്ടായ ഒരുത്തം പറയുന്നു, മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് എന്നത് ശരിയോ തെറ്റോ? ജമിനി, ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നത് തെറ്റായ വിവരമാണ്. സതി എന്നത് മുഗൾ ഭരണകാലത്തിന് മുൻപേ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ജീവനോടെ ചിതയിൽ ചാടി മരിക്കുന്ന ആ ദുരാചാരം പല നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജമിനി, മുഗൾ ഭരണാധികാരികളിൽ സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭരണാധികാരി ആരാണ്? മുഗൾ ഭരണാധികാരികളിൽ അക്ബർ ചക്രവർത്തിയാണ് സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. കൂടുതൽ വിവരങ്ങൾ അറിയണോ? അറിയണം. ഹിന്ദു സ്ത്രീകൾ മുഗളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി, വിധവകളായ ഹിന്ദു സ്ത്രീകൾ രക്ഷ നേടാൻ വേണ്ടിയാണോ സതി ആചരിച്ചിരുന്നത്? ആദ്യകാലത്ത് രജപുത്ര സ്ത്രീകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി സ്വയം തീ കൊളുത്തി മരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവൻ ഒടുക്കുന്ന രീതിയിലേക്ക് മാറി. ശ്രദ്ധിക്കണം. രജപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങളാണ്.
അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാധാരണക്കാരായ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നത്? സതി ആചരിച്ചിരുന്നതാണ് ജമിനി പറയുന്നത്. എന്നാൽ മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇത് നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു, ആഹ്വാനം നടത്തിയെന്ന് ജമിനി തന്നെ പറയുന്നു. ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ, ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ നിൽക്കുക. ജമിനി ഒന്നും കൂടെ ക്ലാരിറ്റി തരണം. മുഗളന്മാരുടെ കാലഘട്ടത്തിലാണോ സതി ആരംഭിച്ചത്, അല്ല അതിനു മുമ്പും ഉണ്ടോ? സതി മുഗളന്മാരുടെ കാലത്തല്ല ആരംഭിച്ചത്. അത് അതിനും എത്രയോ മുൻപേ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. മുഗൾ ഭരണകാലത്ത് അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അക്ബർ ചക്രവർത്തി സതി നിരോധിക്കാൻ ശ്രമിച്ചതായി ചരിത്രരേഖകളുണ്ട്. ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ, ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ നിൽക്കുക. കെവിൻ പീറ്ററെ എങ്ങോട്ട് റാമാനെ, എടാ നിന്റെയൊക്കെ കൂട്ടത്തിൽ നേരാവണ്ണം നല്ല പിതാക്കന്മാർക്ക് ജനിച്ച ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു പരസ്യ സംവാദത്തിന്. സതി, ഭർത്താവില്ലാത്ത വിധവകളായ ഹൈന്ദവ സ്ത്രീകൾ മുഗളന്മാരുടെ പീഡന പർവ്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം തീയിൽ ചാടി ആത്മഹത്യയിലാണ് അവരുടെ പീഡനം ഏൽക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് സമൂഹത്തിൽ തെറ്റായ പ്രചരണം നടത്തിയിട്ട് സാധാരണക്കാരായി ഹിന്ദു മനസ്സിൽ വിദ്വേഷം പരത്താൻ വേണ്ടി പണ്ട് സായിപ്പന്മാരെടുത്ത അവരുടെ ചോര തന്നെയാണല്ലോ ആ പണിയിൽ നീ എടുക്കുന്നത്. ഏതെങ്കിലും തന്റെ ഇടമുള്ള, അങ്ങനെ പറയും, ഞാൻ ഈ ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല, ആണത്തമുള്ള നല്ല അച്ഛനും അമ്മയും പറഞ്ഞ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ, അത് ഇനി കാസക്കാരനാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരനാകട്ടെ, ആണായി പറഞ്ഞ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ സോഴ്സിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവ് കാണിച്ചാൽ 1,00,000 രൂപ ഇവിടുന്ന് പ്രഖ്യാപിക്കും. 1,00,000 രൂപ ഞാൻ തരും സമ്മാനമായിട്ട്. 1,00,000 എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോ. ആ റെഫറൻസ്, ആധികാരിക റെഫറൻസ്, നീയൊക്കെ അപ്പം ചുട്ടുണ്ടാക്കിയതല്ല, നിന്റെയൊക്കെ വിദ്വേഷ തലയുന്നുണ്ടായതല്ല. ഏതെങ്കിലും ആധികാരിക ചരിത്ര പണ്ഡിതന്മാർ ആധികാരിക റെഫറൻസിൽ അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് എന്റെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിൽ മെസ്സേജിലേക്ക് അയച്ചാൽ 1,00,000 രൂപ അപ്പം ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. ആണത്തുള്ളവന്മാർക്ക് ഏറ്റെടുക്കുക. നീയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, നിന്റെയൊക്കെ അച്ഛനപ്പന്മാരുണ്ടല്ലോ മറ്റേ വെള്ളക്കാര്, അവരും ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിമിനെ തന്നെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇതേ പണി തന്നെ എടുത്തത്. പറഞ്ഞു മനസ്സിലായ? അതുകൊണ്ട് ആണത്തമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഇതിന് ആധികാരികമായ ഒരു തെളിവ് കാണിക്കും. 1,00,000 രൂപ ഞാൻ സമ്മാനത്തിൽ. അവര് സംവാദത്തിനൊന്നും വരും എന്റെ ഉസ്താദെ. അവർക്ക് ഇങ്ങനെ പച്ചക്കള്ളം പറയാല്ലാണ്ട് ആധികാരികമായിട്ടൊരു സംവാദം നടത്താൻ വേണ്ടി ചാണക സംഖ്യക്ക് എക്കിന് ഉറപ്പുണ്ടാ. ഒരു സംവാദം എന്നെല്ലാം പറയുമ്പോഴല്ല സംഖ്യക്കും ക്രിസംഖ്യക്കും മുട്ടിടിച്ചിട്ടുണ്ടല്ല മൂത്രയിക്കും. പിന്നെ ഇവരെല്ലാം സംവാദത്തിന് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു വൃത്തികെട്ട സ്ഥലം, നമ്മൾ വിസർജനം ടിവിയിൽ. അവിടെ ഇവര് സംവാദത്തിന് ധൈര്യത്തിലിരിക്കും. ഇവര് 4 ആളുണ്ടാവും. എന്നിട്ട് ഒരു പാവോ അബ്ദുള്ളനെ വിളിച്ചിട്ട് അവിടെ ഇരുത്തും. എന്നിട്ട് ഇവര് 4 ആളും ആ പാവത്തിന്റെ മേത്തേക്ക് കുതിര കയറും. ആ പാവം പ്രഷർ കൂടിയിട്ട് എന്തെങ്കിലും അത്തും വിത്തും പറയും. എന്നിട്ട് ഈ ചാണക സംഖ്യകള് ആ വീട് ഇങ്ങനെ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയം കൊടുത്തിട്ട് മാസാണെന്ന രീതിയിൽ അടിച്ചളക്കും. നാണും മനു ഉളുപ്പില്ലാത്ത പരനാറികൾ. അത്രേ ഈ സംഖ്യകൾ കൊണ്ടും ക്രിസംഖ്യകൾ കൊണ്ടും പറ്റും. അതായത് ഇതുപോലുള്ള പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞു വിടുക, കൂടെ പറഞ്ഞു വിടുക. ഇപ്പൊ തന്നെ കേട്ടില്ലേ സ്വാതന്ത്ര്യ സമരത്തില് ഒരു പണി കൊടുക്കാത്ത ചാണക സംഖ്യകള് ഇപ്പൊ സ്വാതന്ത്ര്യ സമരം നേടിത്തുന്നത് ഇവരാന്നും പറ്റില്ല നടക്കുന്നത്. അതിലും വലിയ പച്ചക്കള്ളം, അതിലും വലിയൊരു അശ്ലീല ലോകത്ത് വേറിയുണ്ട. ഇനിയും ഇവര് കാസയും ഹൂസയും സംഖ്യകളെല്ലാം ഇതിലും വലിയ പച്ചക്കള്ള കഥകളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇനിയും നാണവും മാനില്ലാണ്ട് വരും. ഇവരെത്ര നാണം കെട്ട കമ്പി കഥകളായിട്ട്, എത്ര നാണം കെട്ട മുത്തുച്ചിപ്പി കഥകളായിട്ട് വന്നാലും നമുക്ക് ഇരുന്ന് പൊളിച്ച് കൈ കൊടുക്കാം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ.